ഹല്ലേലൂയ. അനുഗ്രഹീതമായ നല്ല പകൽക്കാലം ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ദൈവസഭയുടെ അധ്യക്ഷൻ പ്രിയ രാജാനും ബിനാൻഡി, ഈ അനുഗ്രഹീത ശുശ്രൂഷ സംബന്ധിക്കുന്ന കരുത്തരായ ദൈവദാസന്മാർ, പ്രിയ സാങ്കുട്ടി പാസ്റ്റർ, ഈ ദൈവസഭയിലെ അനുഗ്രഹീതരായ ദൈവദാസന്മാർ, ദൈവമക്കൾ, പ്രാർത്ഥന നിരതരായി പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കളും, ഈ മീഡിയയിലൂടെ വിദൂരങ്ങളിൽ സാഗൂതം വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിലുള്ള വന്ദനം അറിയിക്കുകയാണ്. ഈ കരിസ്മ ക്രൂസേഡിൻ്റെ ഇന്നത്തെ ദിവസം കർത്താവിൻ്റെ സാക്ഷിയായി നിങ്ങളോടൊപ്പമായിരിക്കാൻ കർത്താവ് നൽകിയ അവസരത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമായ കർത്താവ് അനുഗ്രഹിക്കട്ടെ. കരമുയർത്തി കർത്താവിനൊരിക്കൽ കൂടെ മഹത്വം അർപ്പിക്കാം. പരിശുദ്ധ ആത്മാവിൻ്റെ ഹൃത്തിൽ പ്രേരണ നൽകിയ ഒരു വേദഭാഗവുമായി അടുത്ത ചില മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ചായിരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം ഒന്ന് വായിക്കുക. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അനുഗ്രഹീതമായ വേദഭാഗമാണ് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാമത്തെ വാക്യം. ഈ വാക്യത്തെ ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയങ്ങളിൽ ആഴമായ സ്പർശനത്തിനിട നൽകേണ്ടതിന് ഈ വാക്യം, ഇതിൻ്റെ പശ്ചാത്തല വിവരണത്തിലേക്ക് ഞാൻ അധികമായി കടക്കുന്നില്ല. സർവശക്തനായ കർത്താവിൻ്റെ അവസാന പ്രസംഗത്തിൽ കർത്താവ് ഉരുവിടുന്ന ഏറ്റവും ശക്തമായ വേദഭാഗമാണ്. ശിഷ്യന്മാരോട് ഇടപെടുന്ന ഇടപെടൽ. ശിഷ്യന്മാരോട് പറയുന്നത്, നിങ്ങൾക്ക് ഞാൻ പോയി കഴിഞ്ഞാൽ വരാൻ പോകുന്ന വിപത്തും നിങ്ങളുടെ ജീവിതത്തിൽ അണിയണിയായി വരാൻ പോകുന്ന പ്രശ്ന സങ്കീർണമായ സാഹചര്യത്തിൻ്റെ നടുവിൽ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ, നിങ്ങൾ ഇടറാതിരിക്കാൻ, നിങ്ങൾ കലങ്ങാതിരിക്കാൻ, നിങ്ങളുടെ ഹൃദയത്തിൽ ആഴമായ സ്പർശനത്തോടെ മാറോട് സൂക്ഷിക്കേണ്ട ഒരു സന്ദേശമാണ് കർത്താവ് അവസാന രാത്രി നൽകുന്നത്. ആ സന്ദേശത്തിൽ കർത്താവ് പറയുന്ന വാക്ക് ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല. എന്നോട് ചേർന്ന വാക്യമെന്ന് പറയണം. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ വരികയില്ല. അപ്പോൾ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ആ പദത്തെ ഞാൻ പെട്ടെന്ന് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ഞാൻ പോകുന്നത് പ്രയോജനമെന്ന് കർത്താവ് പറയുമ്പോൾ ശിഷ്യന്മാരോട് വ്യക്തിപരമായി ചോദിക്കണം, ഞാൻ പോകുന്നത് പ്രയോജനമാണോ? ശിഷ്യന്മാർ ഒരുമിച്ച് പറയുന്ന വാക്ക്, പോകുന്നതല്ല പ്രയോജനം, നീ ഉള്ളതാണ് പ്രയോജനം. നീ ഞങ്ങളോടുള്ളപ്പോൾ ഞങ്ങൾ ആകുലങ്ങൾ മറന്നു. നീ ഉള്ളപ്പോൾ ഞങ്ങൾ നിരാശകൾ മറന്നു. നീ ഉള്ളപ്പോൾ അല്ലലൊക്കെ മറന്നു. നിൻ്റെ കൂടെ ഒരു രാത്രി ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾ പലതും മറന്ന് നിന്നോടൊപ്പം കഴിയുക എന്ന ദൃഢനിശ്ചയത്തോടാണ് ഞങ്ങളായിരുന്നത്. അതുകൊണ്ട് തന്നെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കരുതലും വിടുതലും അത്ഭുതവുമൊക്കെ അടുത്തറിഞ്ഞ ഓരോ പ്രിയപ്പെട്ടവർക്കും ഇന്ന് പകൽക്കാലം പറയാൻ കഴിയുന്ന വാക്ക്, യേശുവിനെ പിരിഞ്ഞ് നമുക്കൊന്നും പറ്റില്ല. കർത്താവിനെ കണ്ടതും കർത്താവിനെ അറിഞ്ഞതും കർത്താവിൻ്റെ കൂടെ ജീവിക്കുന്നതുമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അസുലഭമായ സന്ദർഭം. കർത്താവ് പറയുന്ന വാക്ക് ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. നമുക്ക് പറയാൻ കഴിയുന്നത്, കർത്താവേ നീ ഉള്ളതാണ് ഞങ്ങളുടെ പ്രയോജനം, നീ ഞങ്ങളുടെ കൂടെ ഉള്ളപ്പോഴാണ് ഞങ്ങൾക്ക് ആശ്വാസം. എന്നാൽ കർത്താവ് നമ്മോട് പറയുന്ന വാക്ക് കണ്ടോ, ഞാൻ ഉള്ളതിനേക്കാൾ പ്രയോജനമാണ് ഞാൻ പോകുന്നത്. കർത്താവ് പോകുന്നത് പ്രയോജനമാണോ എന്ന് ചോദിച്ചാൽ ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അത് പറയാനുള്ള പ്രാപ്തി ഉണ്ടെന്നെനിക്ക് തോന്നുന്നില്ല. എങ്കിലും ഒരു കൂട്ടം ദൈവമക്കൾക്ക് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ആഴമായ ഇടപെടലുകളും വെളിപ്പാടും ലഭിച്ചവർക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്, കർത്താവേ നീ പോകുന്നത് ഞങ്ങൾക്ക് ഏറ്റവും വലിയ പ്രയോജനമാണ്. ഇവിടെ ആ വാക്കിനെ ഞാൻ ഒന്ന് ലളിതമാക്കാൻ ആഗ്രഹിക്കുന്നു. പോകുന്നത് പ്രയോജനമാണോ എന്ന ചോദ്യത്തെ അതിന് ഒരു ഉത്തരം വേണ്ടി വരുന്നു. എന്താണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം? കർത്താവ് പറഞ്ഞത്, ഞാൻ പോകുന്നത് അറിയുന്നതിന് മുൻപ് ഞാൻ വന്നതെങ്ങനെയാണെന്ന് അറിയണം. കർത്താവ് വന്നതെങ്ങനെയാണ്? ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത്, ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി ദാസരൂപമെടുത്ത് തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായിട്ടാണ് കർത്താവ് ഇവിടേക്ക് വന്നത്. ദൈവമായിരുന്നവൻ, ഒന്നുകൂടെ ഞാൻ ആ പദം ഊന്നി പറയുകയാണ്, ദൈവത്തോടുള്ള
സമത്വം വെടിഞ്ഞാണ് നസ്രിനാഥൻ ഈ ലോകത്തിലേക്ക് വന്നത്. അതായത് പുരാതനനായവൻ, നിത്യനായവൻ, അൽഫയും ഒമേഗയുമായവൻ, ആദിയും അന്തവുമായവൻ, ഭൂരാജാക്കന്മാർക്ക് അധിപതിയായവൻ, താൻ മാത്രം അമർത്യതയുള്ളവൻ, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ, മനുഷ്യർ കണ്ടിട്ടില്ലാത്തവൻ, കാണുവാൻ കഴിയാത്തവനായ മഹാദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന പേർ വിളിക്കപ്പെടത്തക്കവണ്ണം അവൻ സർവശക്തനായവൻ, സർവസന്നിഹിതനായവൻ, സർവജ്ഞാനിയായവൻ ഉലകിലേക്ക് വന്നത് ദൈവത്തോടുള്ള സമത്വം വെടിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ദൈവത്തോടുള്ള സമത്വത്തിൽ വെടിഞ്ഞത് 3 കാര്യങ്ങളാണ്. ഒന്ന്, സർവസന്നിഹിതൻ, സർവജ്ഞാനി, സർവശക്തൻ. അപ്പോൾ സർവശക്തൻ എന്ന് ആ ദൈവിക സമത്വം വെടിഞ്ഞത് കൊണ്ടാണ് ഇവിടെയുള്ള യേശുവിൻ്റെ എതിരികൾക്ക് അവനെ അടിക്കാൻ പറ്റിയത്. യേശുവിൻ്റെ എതിരികൾക്ക് അവനെ പിടിക്കാൻ പറ്റിയതിൻ്റെ കാരണം അവൻ സർവശക്തനെന്ന ദൈവിക മഹത്വം വെടിഞ്ഞാണ് ഇവിടേക്ക് വന്നത്. സർവശക്തനായ കർത്താവ് സർവജ്ഞാനം വെടിഞ്ഞു. അതുകൊണ്ടാണ് ഇവിടെ വന്നപ്പോൾ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമുണ്ട്, നിന്റെ വരവിനും ലോകാവസാനവും എപ്പോഴാണ്? അപ്പോൾ കർത്താവ് പറഞ്ഞ, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ പുത്രനോ ദൂതന്മാർക്കോ അറിയില്ല. അതിൻ്റെ അർത്ഥം തനിക്കറിയില്ലെന്നല്ല, ഞാൻ വന്നത് സർവജ്ഞാനം അവിടെ വെടിഞ്ഞിട്ടാണ് വന്നത്. അതുകൊണ്ടാണ് എനിക്കതറിയാൻ പറ്റാത്തത്. 3-ാമത്തെ കാര്യമാണ് സർവസന്നിഹിതൻ എന്ന ദൈവിക ഗുണം. അതായത് ഇന്ന് സർവശക്തനായ കർത്താവ് സർവസന്നിഹിതനാണ്. തൂണിലും തുരുമ്പിലും ദൈവം ഇരിക്കുന്നെന്നല്ല, സാന്നിധ്യം കൊണ്ട് അവൻ USA മണ്ണിലുള്ളപ്പോൾ തന്നെ സാന്നിധ്യം കൊണ്ട് ഇന്ന് നമ്മുടെ നടുവിലുമുണ്ട്. എന്നാൽ നസ്രായനി ഭൂമിയിലേക്ക് വന്നത് സർവസന്നിഹിതനായിട്ടല്ല, അവൻ സർവസന്നിഹിതൻ എന്ന പദവി അവിടെ വെടിഞ്ഞിട്ട് കഫർനഹൂമിൽ വന്നാൽ അവിടെ മാത്രം, അവൻ ബെത്സൈദയിൽ വന്നാൽ അവിടെ മാത്രം, ബെഥെസ്ദ വന്നാൽ അവിടെ മാത്രം. അങ്ങനെ വന്ന നസ്രായൻ ഇവിടെ വന്ന ആ സാഹചര്യത്തെ പൗലോസ് പറയുന്ന വാക്കെന്താണെന്നറിയാമോ? അവൻ വേഷത്തിൽ മനുഷ്യനായി. ആ പദം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. വേഷത്തിൽ മനുഷ്യനായി. അനീഷ് കൊല്ലമെന്ന ഞാൻ ഇന്ന് നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ വൈറ്റ് സഫാരി ഇട്ട് നിങ്ങളുടെ നടുവിൽ നിൽക്കുകയാണ്. ഈ സഫാരി എന്ന വേഷം ഞാൻ ധരിച്ചിരിക്കുമ്പോൾ ഞാൻ എന്ന വ്യക്തിയല്ല ഈ സഫാരി. ഈ വൈറ്റ് സഫാരി ഞാനിന്ന് അണിയുമ്പോൾ നിങ്ങളുടെ മുൻപിൽ എന്നെ പ്രസൻറ്റ് ചെയ്യാൻ ഞാൻ ഉപയോഗിച്ച സഫാരി ഒരുപക്ഷെ നാളെ ഇതാവില്ല എൻ്റെ വസ്ത്രം, രാത്രിയിൽ ഇതാവില്ല ഒരുപക്ഷെ. ആമേൻ എന്ന് നാം മനസ്സിലാക്കി നാം അറിയുന്ന കാര്യം ഇവിടെ നാം അറിയണം. കർത്താവായ യേശുനാഥൻ ദൈവമായവൻ ഭൂമിയിലേക്ക് വന്നത് വേഷത്തിൽ മനുഷ്യനായി. ദൈവമായവൻ, നിത്യനായവൻ, പുരാതനനായവൻ ഭൂമിയിലേക്ക് വന്നത് ആ ശബത്തം വെടിഞ്ഞ് വേഷത്തിൽ മനുഷ്യനായി. ദൈവമായവൻ ഈ ഭൂമിയിലേക്ക് വന്നത് മുൾക്കിരീടധാരിയായി നിന്റെ ശാപം ഏറ്റെടുക്കാൻ. ദൈവമായവൻ വേഷത്തിൽ മനുഷ്യനായി ഈ മണ്ണിലേക്ക് വന്നത് നിനക്ക് വേണ്ടി അങ്കി വിട്ടുകൊടുക്കാൻ. ദൈവമായവൻ ഭൂമിയിലേക്ക് വേഷത്തിൽ മനുഷ്യനായി വന്നത് നിന്റെ രോഗസൗഖ്യത്തിന് വേണ്ടി. ദൈവമായവൻ വേഷത്തിൽ മനുഷ്യനായി മണ്ണിലേക്ക് വന്നത് നിന്റെ സൗഖ്യത്തിന് അടിക്കുന്നവർക്ക് പുറം കാണിച്ചു കൊടുക്കാൻ. ദൈവമായവൻ വേഷത്തിൽ മനുഷ്യനായി താണലോകത്തിലേക്ക് വന്നത് പാപിയുടെ വിമോചകനായി. ദൈവമായവൻ താണലോകത്തിൽ വേഷത്തിൽ മനുഷ്യനായി വന്നത് ശാപ വിമുക്തിക്ക് വേണ്ടി. ദൈവമായവൻ താണലോകത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായി വന്നത് അടിക്കുന്നവർക്ക് കവിൾത്തടങ്ങൾ കാട്ടിക്കൊടുക്കാൻ, താടിരോമങ്ങൾ പിഴുതെടുക്കാൻ നിൽക്കുന്നവർക്ക് തൻ്റെ പവിത്രമായ ആ സൗന്ദര്യമേറുന്ന കവിൾത്തടങ്ങൾ കാട്ടിക്കൊടുക്കാൻ. ദൈവമായവൻ താണലോകത്തിലേക്ക് വേഷത്തിൽ മനുഷ്യനായി വന്നത് പാപം ചുമക്കുന്ന കുഞ്ഞാടായി. ദൈവമായവൻ താണലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ലോകത്തിൻ്റെ പാപത്തെ മോചിക്കാൻ. ഹല്ലേലൂയ. മോണിറ്ററി 3 തരണേ. ശ്രദ്ധിച്ചോണേ പ്രിയപ്പെട്ടവരെ. അങ്ങനെങ്കിൽ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. വേഷത്തിൽ മനുഷ്യനായി നസ്രായൻ ഭൂമിയിലേക്ക് വന്നത് എനിക്കും നിനക്കും വേണ്ടി കഷ്ടമനുഭവിക്കാൻ. വേഷത്തിൽ മനുഷ്യനായി ദൈവമായവൻ മണ്ണിലേക്ക് വന്നത് എൻ്റെയും നിൻ്റെയും കണ്ണീർ തുടയ്ക്കാൻ. ദൈവമായവൻ താണലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം എനിക്കും നിനക്കും വേണ്ടി മരിക്കാൻ. സ്തോത്രം. ഇനി യേശു മരിക്കാൻ വന്നപ്പോൾ നമുക്ക് കിട്ടിയ വിടുതൽ വർണ്ണനാതീതമാണ്.
യേശു ഇവിടെ വേഷത്തിൽ മനുഷ്യനായി വന്നത് ആ വീണ്ടെടുപ്പിൻ്റെ പ്രക്രിയ പൂർണ്ണമാക്കാൻ വരുമ്പോൾ നമ്മുടെ മേൽ വെളിപ്പെട്ട കരുതലും വിടുതലും ചിന്തകൾക്കതീതമാണ്. മനസ്സിലാകുന്നെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇന്ന് പകൽ നമ്മൾ അനുഭവിച്ച എല്ലാ വിടുതലുകൾക്കും പിൻപിലും നമുക്ക് പറയാൻ പറ്റുന്നൊരു പദമുണ്ട്. യേശു മനുഷ്യനായി വന്നതാണ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിടുതൽ. ഇനി കർത്താവ് പറഞ്ഞ വാക്കാണ്, ഞാൻ പോകുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. പോകുന്നത് എങ്ങനെയാണെന്നല്ലേ? കാൽവറിയിൽ മരിച്ച് കല്ലറയിൽ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്താണ് ഞാൻ പോകുന്നത്. ഞാൻ ഉയർക്കുന്നത് എങ്ങനെയാണെന്നല്ലേ? എൻ്റെ മനുഷ്യവേഷത്തെ കല്ലറ കൊണ്ട് അഴിച്ചിട്ട് ഞാൻ ദൈവമായിട്ടാണ് ഉയർക്കാൻ പോകുന്നത്. ഞാൻ എൻ്റെ മനുഷ്യവേഷത്തെ കല്ലറ കൊണ്ടഴിച്ച് ദൈവമായി ഉയർക്കുക എന്ന വാക്ക് അവിടെ തീരുന്നില്ല. ഞാൻ മുൾക്കിരീടധാരിയായിട്ടാണ് വന്നത്. ഉയർക്കുന്നത് തേജസ്സിൻ്റെ കിരീടത്തോടെ സ്വർഗത്തിൽ വസിക്കാനാണ്. ഞാനിവിടെ വന്നത് യഹൂദ ഗോത്രത്തിൽ ഒരു കുഞ്ഞാടായിട്ടാണ് വന്നത്. ഉയർക്കുന്നത് യഹൂദ ഗോത്രത്തിലെ സിംഹമായിട്ടാണ്. ഞാനിവിടെ വന്നത് അടിയേൽക്കാനാണ്. ഞാൻ ഉയർക്കുന്നത് വിധിക്കുന്ന ന്യായാധിപനായിട്ടാണ്. ഞാൻ അപമാനിക്കപ്പെടാനാണ് ഇവിടെ വന്നത്. ഉയർക്കുന്നത് രാജകീയ കിരീട ശോഭയോടെ മടങ്ങി വരാൻ വേണ്ടിയാണ്. ഞാനിവിടെ വന്നത് ദുഃഖിക്കപ്പെടാൻ നിങ്ങൾക്ക് വേണ്ടി വിമോചകനായിട്ടാണ്. ഞാൻ ഉയർക്കുന്നത് സഭയ്ക്ക് മണവാളനായി സ്വർഗത്തിൽ വസിക്കാൻ വേണ്ടിയാണ്. ഞാനിവിടെ വന്നത് കഷ്ടമനുഭവിക്കാൻ വേണ്ടിയാണ്. ഞാൻ ഉയർക്കുന്നത് മഹാപുരോഹിതനായി സ്വർഗത്തിൽ നിനക്ക് കാര്യസ്ഥനായിട്ടാണ്. ഇന്ന് പകൽ അത് അനുഭവിക്കുന്നവർ ആ കരം തട്ടി അല്പസമയം കർത്താവിന് നന്ദി പറയണേ. യേശു ക്രിസ്തുവിൻ്റെ കരുതലും വിടുതലും അറിഞ്ഞ് ഓരോ പ്രിയപ്പെട്ടവരും ഇന്ന് പകൽ ആ നന്ദി അർപ്പണം. പ്രൈസ് ദി ലോർഡ്. ഞാൻ വന്നത് മനുഷ്യനായിട്ടാണ്, ഉയർക്കുന്നത് ദൈവമായിട്ടാണ്. ഞാൻ പോകുന്നത് ദൈവമായിട്ടാണ്. ആ പദം നിങ്ങളൊന്ന് ഉള്ളിൽ ഒന്നുകൂടെ നയവറക്കണം. യേശു മനുഷ്യനായി വന്നു, നമുക്ക് മേൽ നടന്ന വിടുതലെന്ന് ഓർക്കണം. ബർത്തിമായിക്ക് ലഭിച്ച വിടുതൽ, യായിറോസിന് ലഭിച്ച വിടുതൽ, രക്തസ്രവക്കാരിക്ക് ലഭിച്ച വിടുതൽ, ഈ വിടുതലുകളൊക്കെ 37 അത്ഭുതങ്ങളും ഒന്ന് ഇഴകേറി നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ അറിയാം, അത്ഭുതങ്ങളെല്ലാം പ്രാപിച്ച ഓരോ പ്രിയപ്പെട്ടവരും വല്ലാത്ത ആഹ്ലാദത്തിലാണ്. പക്ഷെ കർത്താവ് പറയുന്ന പദം നിങ്ങൾ ശ്രദ്ധിച്ചോ എൻ്റെ ഇവിടെ ഞാൻ വേഷത്തിൽ മനുഷ്യനായി ദൈവത്വത്തിൻ്റെ സമത്വം വെടിഞ്ഞ് ഞാൻ വേഷത്തിൽ മനുഷ്യനായി വന്നപ്പോൾ എന്നെ തൊട്ടപ്പോൾ വിടുതല, എൻ്റെ കൂടെ നടന്നപ്പോൾ വിടുതല, എന്നെ തൊട്ടപ്പോൾ വിടുതല. ഇതൊക്കെ നിങ്ങൾ പ്രാപിച്ചതാണ് നിങ്ങളുടെ മനസ്സിൽ മുഴുവനും. അതാണ് ഇന്ന് രാത്രി ഈ ഒലിവുമലയുടെ മുകളിൽ നിങ്ങളെ ചേർത്ത് നിർത്തുന്ന ഘടകം. എന്നാൽ കർത്താവ് പറയുന്നത് ഇതിനേക്കാൾ വലിയൊരു ആശ്വാസമാണ് ഞാൻ തരാൻ പോകുന്നത്. ഞാൻ വന്നതുപോലല്ല പോകുന്നത്, ദൈവമായിട്ടാണ് ഞാൻ ഉയർക്കുന്നത്. മനുഷ്യനായി വന്നപ്പോൾ ഇത്ര വലിയ വിടുതൽ നിനക്ക് പ്രാപിക്കാൻ കഴിഞ്ഞെങ്കിൽ സ്വർഗത്തിൽ താൻ മാത്രം അമർത്യതയുള്ളവനായി വസിക്കുമ്പോൾ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്കായി പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകുമെന്ന വാക്ക് പറഞ്ഞെങ്കിൽ നിനക്ക് വേണ്ടി സ്വർഗത്തിൽ ദൈവമായി ജീവിക്കുന്നവനോട് ചോദിക്കണം, തമ്പുരാനെ ഈ ഭൂമിയിൽ അങ്ങേക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാരാ? നസ്രിനാഥൻ പറയും, അവസാന തുള്ളി രക്തം വരെ ഞാൻ ഊറ്റിക്കൊടുത്ത് വില കൊടുത്ത് വാങ്ങിയ നീയും ഞാനുമാണ് എനിക്ക് വിലയേറിയതെന്ന് നസ്രായൻ പറയുന്നെങ്കിൽ ഇന്ന് പകൽ ഓർക്കണേ, ഇത്ര വലുതായി നീ ഇവിടെ ഉള്ളപ്പോൾ നിനക്കെതിരെ നിനക്ക് നേരെ എത്ര വലിയ ശത്രു കുടിലതന്ത്രങ്ങൾ മെനഞ്ഞെടുത്താലും അതേ ശതവണ്ണം ഇന്ന് പകലിൽ കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ആ ശക്തിയുടെ അസാധാരണമായ ഒരിടപെടൽ എന്ന പകൽ ഒരു വലിയ ദൈവ സാന്നിധ്യം ഈ ആലയത്തിൽ മൂടുന്നുണ്ട്. ഇരുളിൻ്റെ ശക്തികൾ വിറയ്ക്കുന്ന ഒരു ദൈവപ്രവർത്തിയുടെ പകലാണിത്. എൻ്റെ പ്രിയപ്പെട്ടവരുടെ അകത്ത് അതൂത് ആഴമായി പതിയപ്പെടട്ടെ. യേശു പറയുകയാണ്, ഞാൻ വേഷത്തിൽ മനുഷ്യനായി വന്നു, ഞാൻ പോകുന്നത് ദൈവമായിട്ടാണ്. യേശു പോകുന്നത് നമുക്ക് പ്രയോജനമാണ്. അവിടെ ആ വാക്ക് തുടരുന്നത് ഇങ്ങനെയാണ്, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരികയില്ല.
അപ്പോൾ കർത്താവ് പറഞ്ഞ വാക്കിൻ്റെ കണ്ടന്റ്, ഞാൻ പോകുന്നതിൽ നിങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രയോജനം കാര്യസ്ഥൻ വരും. പ്രൈസ് ദി ലോർഡ്. യേശു ഉള്ളതിനേക്കാൾ നല്ലത് കാര്യസ്ഥനാണെന്നാണ് കർത്താവ് അവിടെ പറയുന്നത്. ആ വാക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാകും. ഞാൻ പോകുന്നത് നിങ്ങൾക്ക്, പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അരികിൽ, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. യേശു പോയാലുള്ള ഏറ്റവും വലിയ പ്രയോജനത്തിലൊന്ന് കാര്യസ്ഥൻ വരുമെന്നാണ്. ഞാൻ അതിനെ ഒന്ന് ലളിതമായി മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് 2 വാക്യങ്ങളൊന്ന് കൂട്ടിയിണക്കുകയാണ്. യേശു പോകുന്നത് പ്രയോജനമാണോ? ആ പ്രയോജനം എന്ന് പറയുമ്പോൾ കാര്യസ്ഥൻ നമ്മോടൊപ്പം വരുന്നതാണോ? യേശുവിനേക്കാൾ വലുത് കാര്യസ്ഥനാണോ? ആ ചോദ്യത്തെ ഒന്ന് ലളിതവൽക്കരിക്കാൻ വേണ്ടി യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം, ഒന്ന് വായിച്ച് കേൾപ്പിക്കുക. യോഹന്നാൻ 14:16. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ. ആ വാക്ക് ഒന്ന് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യസ്ഥൻ, അലോസ് പാരാക്ലിറ്റസ്. ഗ്രീക്കിൽ അലോസ് പാരാക്ലിറ്റസ് ആ വാക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. മറ്റൊരു കാര്യസ്ഥൻ. മറ്റൊരു അനീഷ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പേരുകൊണ്ട് സാമ്യം ഉണ്ടാകാം. അനദർ കംഫർട്ടർ. എന്നാൽ ഇവിടെ ഗ്രീക്കിൽ അലോസ് പാരാക്ലിറ്റസ്. അലോസ് എന്ന വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം പേരുകൊണ്ടുള്ള സാമ്യമല്ല. സൈമാസ്. ആരാണോ പാരാക്ലിറ്റസ്, അദ്ദേഹത്തിൽ നിന്നൊരു മാറ്റവുമില്ലാത്ത മറ്റൊരു കാര്യസ്ഥൻ. സ്തോത്രം. അപ്പോൾ വീണ്ടും സംശയം ഉണ്ടാകും, മറ്റൊരു കാര്യസ്ഥനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവിനെ മറ്റൊരു കാര്യസ്ഥൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ കാര്യസ്ഥൻ ആരാണ്? ചോദ്യമുണ്ടാകാം. ആരെപ്പോലെയാണ് ഈ മറ്റൊരു കാര്യസ്ഥൻ? അതിന് നല്ല തെളിവ് വാക്യങ്ങളുണ്ട്. 1 യോഹന്നാൻ 2:1 വാക്യം, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അരികിലുണ്ട്. യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ. അപ്പോൾ യഥാർത്ഥ ഇംഗ്ലീഷ് ബൈബിളിൽ അഡ്വക്കേറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്, കംഫർട്ടർ എന്നല്ല, അഡ്വക്കേറ്റ്. അതിൻ്റെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് പാരാക്ലിറ്റസ്. ആ പാരാക്ലിറ്റസ് എന്ന് പറയുമ്പോൾ ആശ്വാസപ്രദൻ എന്നുണ്ട്, ഒരു ഗൈഡ് എന്നുണ്ട്, വഴികാട്ടി എന്നുണ്ട്, നടത്തിപ്പുകാരൻ എന്നുണ്ട്, യജമാനൻ എന്നുണ്ട്, എന്നിത്യാദി അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്നൊരു വാക്കാണ് പാരാക്ലിറ്റസ്. അപ്പോൾ യേശുക്രിസ്തുവാണ് പാരാക്ലിറ്റസ്. ഇനിയും എൻ്റെ ദൈവമക്കൾ മനസ്സിലാക്കേണ്ട ചില പൗലോസിക പൊളൈൻതോട്ട് മനസ്സിലാക്കുമ്പോൾ പൗലോസ് ഉപയോഗിച്ച ചില വാക്കുകളാണ് തിരുവെഴുത്തിൽ നമുക്ക് പുതിയ നിയമസഭയ്ക്ക് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ക്രൈസ്റ്റ് റെവലേഷൻ വ്യത്യസ്തമായി വെളിപ്പെടുത്തിയത് മുഴുവനും പൊളൈൻതോട്ടിലൂടെ നമുക്ക് ലഭ്യമാകുന്നത്. പൗലോസ് ഉപയോഗിച്ച വാക്കാണ് ക്രിസ്തു, യേശു, യേശു ക്രിസ്തു. ഈ രണ്ടും നമ്മൾ അത് ഒന്നിച്ച് ഉപയോഗിച്ച വാക്കുകളാണെങ്കിലും ആ വാക്കുകളൊന്ന് വിവരിച്ചു തുടങ്ങിയാൽ ഒരു പാരഗ്രാഫിനെയാണ് പൗലോസ് ഒറ്റ വാക്കിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. ആ വലിയ പാരഗ്രാഫ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യേശു ക്രിസ്തു എന്ന ഒറ്റ വാക്ക്, യേശു ഈ ഭൂമിയിൽ വേഷത്തിൽ മനുഷ്യനായി വന്ന നസറായനെ യേശു എന്ന് വിളിക്കുമ്പോൾ യേശു ക്രിസ്റ്റോസായി. ക്രിസ്റ്റോസ് എന്ന് പറയുമ്പോൾ ദൈവമായ യേശു ക്രിസ്തു എന്ന ദൈവത്തെ, സ്വർഗത്തിൽ ദൈവത്തോടുള്ള സമത്വം വെടിയാതിരിക്കുന്ന യേശു ക്രിസ്തുവിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. യേശു ക്രിസ്തുവായി ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനായി വന്ന് മരിച്ചടക്കപ്പെട്ടുയർത്തെഴുന്നേറ്റ് ഉയരെ ദൈവമായി വാഴുന്നു. അത്രയും വലിയ വിവരണത്തെ ഒഴിവാക്കാൻ പൗലോസ് ഉപയോഗിച്ചു യേശു ക്രിസ്തു. ഇനി മറ്റൊരു വാക്കുണ്ട്, ക്രിസ്തുവേശു. അതെന്താണെന്നറിയാമോ? ദൈവമായവൻ പദവികളും മഹത്വവും വെടിഞ്ഞ് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്കു വേണ്ടി മണ്ണിൽ മനുജനായവർ മരിച്ചടക്കപ്പെട്ടു. ഈ വിവരണം മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ ക്രിസ്തുവേശു. അപ്പോൾ
വേദപുസ്തകത്തിൽ ഇത് വായിക്കുന്നിടത്തെല്ലാം തിയോളജിക്കലി ആഴമേറിയ രണ്ട് ആശയമാണ് പൗലോസ് നൽകുന്നത്. ഇനി ഇവിടെ വായിച്ച വാക്യത്തിൽ കണ്ടോ, സ്വർഗത്തിൽ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ക്രിസ്തു യേശു എന്നല്ല, യേശു ക്രിസ്തു എന്ന കാര്യസ്ഥനെന്നാണ്. അതിൻ്റെ അർത്ഥം മനുഷ്യനായി വന്ന് മരിച്ചടക്കപ്പെട്ട് സ്വർഗത്തിൽ പിതാവിൻ്റെ വലഭാഗത്ത് താൻ മാത്രം അമർത്യതയുള്ളവനായി ജീവിക്കുന്ന ദൈവമായ യേശു ക്രിസ്തു സ്വർഗത്തിൽ ദൈവമെന്ന് മാത്രമല്ല എൻ്റെ കാര്യസ്ഥനായി സ്വർഗത്തിലുണ്ട്. ഇന്ന് പകൽ അതാ നമ്മുടെ ധൈര്യം, അതാ നമ്മുടെ ഉറപ്പ്, അതാ നമ്മുടെ ആവേശം. ഇവിടെ ആരുമില്ലെന്ന് കരുതി നീ കലങ്ങണ്ട. സ്വർഗത്തിൽ നിനക്ക് വേണ്ടി ജീവൻ തന്ന് നിന്നെ വില കൊടുത്തു വാങ്ങിയവൻ സ്വർഗത്തിൽ ദൈവമായിട്ടുണ്ട്. അതാ നമ്മുടെ അഭിമാനം. അപ്പോൾ ഇനി യേശുക്രിസ്തു സ്വർഗത്തിൽ ദൈവമാണ്. യേശുക്രിസ്തു സ്വർഗത്തിൽ ദൈവമാണ്, കാര്യസ്ഥനാണ്. ആ കാര്യസ്ഥനായ യേശുക്രിസ്തു സ്വർഗത്തിലുള്ളത് കൊണ്ട് ഭൂമിയിൽ കർത്താവ് പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരില്ല. 14:16 പറയുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥൻ. അപ്പോൾ പരിശുദ്ധാത്മാവ് ആരാണെന്നും എന്താണെന്നും വ്യക്തമായി കർത്താവ് പ്രൂവ് ചെയ്യുകയാണ്. ആലോസ് പാരാക്ലിറ്റസ്, അവൻ വരുന്നത് അവൻ ഈ ലോകത്തിൽ ഏതെങ്കിലും വ്യക്തിയെപ്പോലല്ല. യഥാർത്ഥ പാരാക്ലിറ്റസ് ആരാണോ അതുപോലെ വരുന്നത്. യഥാർത്ഥ പാരാക്ലിറ്റസ് എത്രത്തോളം ശക്തിയുണ്ടോ അത്രത്തോളം ശക്തനായിട്ടാണ് വരുന്നത്. യഥാർത്ഥ പാരാക്ലിറ്റസ് എത്രത്തോളം സർവസന്നിഹിതനാണോ അത്രത്തോളം സന്നിഹിതനായിട്ടാണ് വരുന്നത്. അപ്പോൾ യഥാർത്ഥ പാരാക്ലിറ്റസ് യേശു ക്രിസ്തുവാണെങ്കിൽ ഈ ലോകത്തിലേക്ക് പരിശുദ്ധാത്മാവ് വരുന്നത് യേശു ക്രിസ്തുവിനെ പോലെയാണ്. മനസ്സിലാകുന്നോ? കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിൽ എത്രത്തോളം ഗ്ലോറി വഹിക്കുന്നുണ്ടോ അത്രയും ഗ്ലോറി വഹിക്കുന്നവനാണ് പരിശുദ്ധാത്മാവ്. യേശു ക്രിസ്തു സ്വർഗത്തിൽ എത്രത്തോളം ദൈവമാണോ അത്രത്തോളം ദൈവമാണ് പരിശുദ്ധാത്മാവ്. യേശു ക്രിസ്തു സ്വർഗത്തിൽ എത്രത്തോളം സർവശക്തനാണോ അത്രത്തോളം സർവശക്തനാണ് പരിശുദ്ധാത്മാവ്. യേശു ക്രിസ്തു സ്വർഗത്തിൽ എത്രത്തോളം ജ്ഞാനമുണ്ടോ അത്രത്തോളം സർവജ്ഞാനമുള്ള ആളാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലാത്ത ദൈവമക്കൾ ഇന്ന് പകൽ ഓർക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അപകടം പിടിച്ച മേഖലയാണ് പരിശുദ്ധാത്മാവുമായി ബന്ധമില്ലായ്മ. പെന്തക്കോസ്റ്റ് എന്ന് പേര് പറഞ്ഞിട്ടും പെന്തക്കോസ്റ്റിൻ്റെ അനുഭവമില്ലാത്ത ഒരു കൂട്ടത്തെ കൊണ്ട് സഭകൾ നിറയുമ്പോൾ കരിസ്മ ക്രൂസഡിൻ്റെ പ്രാരംഭ സെക്ഷനിൽ പരിശുദ്ധാത്മാവ് പ്രവചിക്കുന്ന ദൂത് പരിശുദ്ധാത്മ സഹായത്തോടെ, പരിശുദ്ധാത്മ നിറവോടെ, പരിശുദ്ധാത്മാവിൻ്റെ നിയോഗത്തോടെ ജീവിക്കുന്ന ഒരു പുതുതലമുറ ഈ കൺവെൻഷനിൽ പുറത്തു വരണം. സ്തോത്രം. പരിശുദ്ധാത്മാവാം ദൈവം. ഇനി കർത്താവ് പറഞ്ഞ വാക്കിനെ ഞാൻ ഒന്നുകൂടെ ക്ലാരിഫൈ ചെയ്യുകയാണ്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, പോകാഞ്ഞാൽ കാര്യസ്ഥൻ വരില്ല. അർത്ഥമെന്താ? എന്നേക്കാൾ നല്ലതാ കാര്യസ്ഥൻ. ഞാൻ അതിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണ്. കർത്താവ് പറഞ്ഞ വാക്ക് ലളിതമാക്കുന്നു. ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായിട്ടാണ്, ഞാൻ വന്നത് മരിക്കാന്, ഞാൻ വന്നത് കഷ്ടമനുഭവിക്കാന്, ഞാൻ വന്നത് വീണ്ടെടുപ്പുകാരനായിട്ടാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് വേണ്ടി അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തരാന്, ഞാൻ വന്നത് 33 തിരുവയസ്സ് വരെ മാത്രം ഈ ഭൂമിയിൽ ജീവിക്കാനാണ്. എന്നാൽ കാര്യസ്ഥൻ വരുന്നത് ഞാൻ വന്നതുപോലെ വേഷത്തിൽ മനുഷ്യനായിട്ടല്ല. ഞാൻ സ്വർഗത്തിൽ എങ്ങനാണോ അങ്ങനെ പരിശുദ്ധാത്മാവ് വരുന്നത്. ഞാൻ സ്വർഗത്തിൽ എങ്ങനാണോ അങ്ങനെ വരുന്നത്. ഇനി ഞാൻ ആ വാക്ക് ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഞാൻ മനുഷ്യനായി വന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവ് വരുന്നത് മനുഷ്യനായിട്ടല്ല, ദൈവമായിട്ടാണ്. പിടികിട്ടിയോ? ഞാൻ മനുഷ്യനായി വന്നിടത്ത് പരിശുദ്ധാത്മാവ് വരുന്നത് ദൈവമായിട്ടാണ്. ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായിട്ടാണ്, പരിശുദ്ധാത്മാവ് വരുന്നത് ആത്മാവായിട്ടാണ്. ദൈവം മനുഷ്യനായി വന്നപ്പോൾ യേശു എന്ന് നാം വിളിച്ചെങ്കിൽ ദൈവം ആത്മാവായി വരുന്നു,
പരിശുദ്ധാത്മാവായി. പിടികിട്ടുന്നുണ്ടോ? ഇനി എൻ്റെ ചോദ്യം, ആ കർത്താവ് പറഞ്ഞ വാക്കൊന്ന് കണക്ട് ചെയ്യണം ഇന്ന് പകൽ നമ്മുടെ അകത്തളത്തിൽ. എന്താണെന്നല്ലേ, കർത്താവുമായി നമ്മൾ വലിയ ബന്ധമുണ്ട്, കർത്താവുമായി വലിയ സൗഹൃദമുണ്ട്, കർത്താവില്ലാത്തൊരു ജീവിതമില്ലെന്നാണ് പറയുന്നത്. എൻ്റെ ചോദ്യം, ആ കർത്താവ് പരിചയപ്പെടുത്തുകയാണ്, എന്നേക്കാൾ നല്ലതാണ് കാര്യസ്ഥൻ, ഞാൻ പിതാവിനോട് ചോദിച്ചിട്ടാണ് അവൻ വരാൻ പോകുന്നത്. അല്ലാതെ ഞാൻ വന്നതുപോലല്ല അവൻ വരുന്നത്. ഞാൻ സ്വർഗത്തിൽ ചെന്നിട്ട് പിതാവിനോട് സംസാരിക്കും, ഞാൻ ചോദിക്കും, പിതാവ് അയക്കും. എന്താ ചോദ്യമെന്നല്ലേ? കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന. ആ പ്രാർത്ഥന 12 മുതൽ 17 വരെ വായിക്കുമ്പോൾ കർത്താവും പിതാവും കൂടെയുള്ള ഒരു സംഭാഷണമുണ്ട്. പിതാവേ, ഞാൻ ഈ ലോകത്തിൽ അവരെ സൂക്ഷിച്ചു, നീ എനിക്ക് തന്ന എല്ലാവരെയും ഞാൻ സൂക്ഷിച്ചു. ഞാനിപ്പോൾ നിൻ്റെ അടുക്കലേക്ക് വരികയാണ്. ഞാൻ ഈ ഭൂമിയിൽ വെച്ച് തന്നെ ഞാൻ അവർക്ക് നിൻ്റെ വചനം കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല പിതാവേ, ഞാൻ അവർക്ക് കൊടുത്തതെന്തിനാണെന്നറിയാമോ? എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ പൂർണ്ണമാകാനാണ്. എൻ്റെ സന്തോഷം അവർക്ക് ഉള്ളിൽ, ഉറക്കെ പറഞ്ഞ്, എൻ്റെ സന്തോഷത്തിൻ്റെ പ്രത്യേകത എന്താ? നസ്രായന് ജനിച്ച് കൊണ്ട് പിറന്ന കുഞ്ഞിനെ കിടത്തിയ പശുത്തൊട്ടി ആരുടെയോ ആണ്, സ്വന്തമല്ല. കയറിയ കഴുത ആരുടെയോ ആണ്, ക്രൂശിച്ച ക്രൂശ് ആരുടെയോ ആണ്, അടക്കിയ കല്ലറ ആരുടെയോ ആണ്, പ്രാർത്ഥിച്ച ആ തോട്ടം ആരുടെയോ ആണ്, യേശു കയറിയ കഴുത ആരുടെയോ ആണ്. കർത്താവിൻ്റെ ജീവിതത്തിൽ ഒന്നും സ്വന്തമായിട്ട് വിടില്ലായിരുന്നു. ഒരിടത്ത് പോലും കർത്താവ് തലകുനിഞ്ഞില്ല, ഒരിടത്ത് പോലും നിരാശപ്പെട്ടിരുന്നില്ല, ഒരിടത്ത് പോലും കഷ്ടത്തിൻ്റെ കണക്ക് പറഞ്ഞില്ല, ഒരിടത്ത് പോലും ഈ ഭൗതിക ലോകത്തിൻ്റെ സുഖലോലുപതയുടെ മുൻപിൽ വീണുപോയില്ല, ഒരിടത്ത് പോലും ഈ ലോകത്തിലെ ആഡംബരത്തിൽ തകർന്നില്ല, ഒരിടത്ത് പോലും ഈ ലോകത്തിൻ്റെ പ്രലോഭനത്തിൻ്റെ മുൻപിൽ വേച്ചുവിറച്ച് നിന്നില്ല. അതിൻ്റെ അർത്ഥം എൻ്റെ സന്തോഷം, മനസ്സിലാകുന്നുണ്ടോ? യേശുവിൻ്റെ സന്തോഷം. ആ ദൂതുമായി കണക്റ്റ് ആകട്ടെ. ചെറിയ ചില രോഗത്തിൻ്റെ മുൻപിൽ, കടത്തിൻ്റെ മുൻപിൽ, നിരാശയുടെ മുൻപിൽ, ഒറ്റപ്പെടലിന് മുൻപിൽ തലകുനിക്കുന്ന നിന്നോടാണ് ഇന്ന് ഈ ദൂത് ചലിക്കുന്നത്. യേശുവിൻ്റെ സന്തോഷം നിന്റെ ഉള്ളിൽ പൂർണ്ണമാകാൻ. നീ എന്നും കരഞ്ഞ കലങ്ങിയ കണ്ണുമളകാൻ വേണ്ടിയിരിക്കാനല്ല, പ്രതിസന്ധിയുടെ മുൻപിൽ തലകുനിഞ്ഞിരിക്കാനല്ല അവനിത് പറഞ്ഞത്. എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകണം. സ്തോത്രം. അതാ കർത്താവ് പറഞ്ഞു, ഞാൻ ലോകത്തെ ജയിച്ചു. ആ വാക്കിൻ്റെയൊക്കെ തീവ്രത കണ്ടോ? ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെട്, ഞാൻ ലോകത്തെ ജയിച്ചു. ജയിച്ച നാഥൻ പറയുക, ഈ ലോകത്തിലെ കഷ്ടമൊന്നും നിന്റെ സന്തോഷത്തെ കവർന്നെടുക്കുകയല്ല. എൻ്റെ സന്തോഷം, പിതാവിനോട് പറയുക, എൻ്റെ സന്തോഷം അവർക്കുള്ളിൽ പൂർണ്ണമാകാൻ. എന്നിട്ട് അടുത്തത് പറയുകയാണ്, അതെ, ഞാൻ വരികയാണ്, അവരെ ലോകത്തിൽ നിന്നെടുക്കണമെന്നല്ല, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം അവരെ കാത്തോണം. ഈ ലോകത്തിൽ ദുഷ്ടനുണ്ട്, അവൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാക്കണം. പിതാവിനോട് പുത്രൻ്റെ പ്രാർത്ഥന കണ്ടോ? ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ അവരെ കാക്കണം. കാരണം ഞാൻ അവർക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ പോകുകയാ, ഞാൻ അവരെ വില കൊടുത്തു വാങ്ങാൻ പോകുകയാ. ഇതുവരെ ഞാൻ സൂക്ഷിച്ചു, ഇപ്പൊ പിതാവെ ഞാൻ ഇവിടുന്ന് അങ്ങയുടെ അരികിൽ വരികയാണ്. ഇനി നീ ദുഷ്ടൻ്റെ കയ്യിൽ ഇവരകപ്പെടാതെ ഇവരെ കാക്കണം. കണക്റ്റ് ആകുന്നുണ്ടോ? ഈ പ്രാർത്ഥനയുടെ മറുപടിയാ പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവിനെ അയച്ചത്. ദൈവം ആത്മാവായി മണ്ണിലേക്ക് ഇറങ്ങുകയാണ്. പരിശുദ്ധാത്മാവാം ദൈവം ദൈവമായി തന്നെ സർവശക്തനായി, സർവസന്നിഹിതനായി, സർവജ്ഞാനിയായി ഈ ലോകത്തിലേക്ക് വന്നതെന്തിനാണെന്നറിയാമോ? നിന്നോട് ബന്ധപ്പെട്ട. അതാ യോഹന്നാൻ 14:16 പറയുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കും. അടുത്തത്, അവൻ പിതാവ് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടി ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. എപ്പോ വരെ അവൻ കൂടിയിരിക്കുന്നറിയാമോ? എന്നേക്കും. സ്തോത്രം. പരിശുദ്ധാത്മാവിനെ ഏറ്റക്കുറച്ചിലൂടെ മാത്രം കാണുന്നൊരു തലമുറ നമ്മുടെ നടുവിലുണ്ട്.
പല ക്രൈസ്തവരും പല വിശ്വാസ സമൂഹവും പരിശുദ്ധാത്മാവിന് വേണ്ട പ്രാധാന്യം കൊടുക്കാറില്ല. പല സഭകളിലും പല ആത്മീയരെന്ന് പറയുന്നവരും കർത്താവിനെ അറിയാം, പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ല. പരിശുദ്ധാത്മ നിറവില്ലാത്തൊരു കൈ പൊക്കാൻ പറഞ്ഞാൽ ഞാൻ പറയുന്നില്ല, 70% കൈവക്കും. ആർക്കും ഒരു നഷ്ടബോധമൊന്നും തോന്നിയിട്ടില്ല. അതിൽ ആർക്കും നഷ്ടബോധമില്ല. ഞാനത് ആവർത്തിക്കാത്തത്, ഞാൻ അടുത്തത് പറയുമ്പോൾ നിങ്ങൾ ലജ്ജിതരാകും. ഒന്നോർത്തേ, ദൈവം ആത്മാവായിട്ട് ഇറങ്ങി വന്നിട്ടും ഒരു ബന്ധവുമില്ലാതിരിക്കുമ്പോൾ ഒരു നഷ്ടവും തോന്നിയിട്ടില്ലേ? സ്തോത്രം. കർത്താവെ സംസാരിക്കണേ, കർത്താവെ ഇടപെടണേ എന്നൊക്കെ പറയുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള നിങ്ങളുടെ ബന്ധം എവിടെത്തി? ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ ഈക്വാലിറ്റി ഞാൻ ഒന്നുകൂടെ പ്രൂവ് ചെയ്യുക. അത് കഴിയുമ്പോൾ നമുക്ക് കരയാൻ തോന്നും. കർത്താവ് പറഞ്ഞ ആ വാക്കിനെ പത്രോസ് ക്ലാരിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 3, 4, 8 വാക്യമാണ്. അപ്പോൾ പത്രോസ് അനന്യാസ് സഫീറയും കൂടെയുള്ള ഉൾപ്പെടെ നിൽക്കുന്ന ഒരു സംഭവമാണ്, നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ പത്രോസ് അനന്യാസേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ, പരിശുദ്ധാത്മാവിനോടാണ് നീ വ്യാജം കാണും. നീ സ്തോത്ര കാഴ്ച മുക്കി, നീ ടൈത്ത് മുക്കി, പക്ഷെ നിനക്ക് തോന്നുന്ന ഒരു ചെറിയ കാര്യമാണ്, പക്ഷെ ഈ ചെയ്തത് പരിശുദ്ധാത്മാവിനോടാണ്. ഇനി അടുത്ത വാക്ക് നിലത്തിന്റെ വിലയിൽ 4-ാം വാക്യം വായിച്ചാൽ മതി. അത് വിൽക്കും മുൻപേ നിന്റേതായിരുന്നല്ലോ, വിറ്റ ശേഷവും നിന്റെ കൈവശമല്ലാഞ്ഞുവോ? ഈ കാര്യത്തിൽ വായിച്ചോ ഈ കാര്യത്തിൽ നീ മനസ്സ് വെച്ചത് എന്ത്? നീ അടുത്തത്, നീ മനുഷ്യരോടല്ല ദൈവത്തോടത്ര നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. പത്രോസ് അനനിയാസിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു ഭാഗം കണ്ടോ? പരിശുദ്ധാത്മാവിനോടാ വ്യാജം കാണിച്ചത്. അടുത്ത സംഭാഷണത്തിൽ പരിശുദ്ധാത്മാവ് ആരാണെന്ന് പറഞ്ഞു കൊടുക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. അനന്യാസ് പരിശുദ്ധാത്മാവ് ദൈവമാണ്. ഇനി 8-ാം വാക്യം, പത്രോസ് അവളോട്, ഈ സഫീറ വരുമ്പോൾ അവളോട് ചോദിക്കുക, പത്രോസ് അവളോട് ഇത്രയ്ക്കോ നിലം വിറ്റത്? അതെ എന്ന് അവൾ പറഞ്ഞു. അടുത്ത വാക്യം, അതെ ഇത്രയ്ക്ക് തന്നെ എന്ന് അവൾ പറഞ്ഞു. അടുത്തത്, പത്രോസ് അവളോട് കർത്താവിന്റെ ആത്മാവിനെ പരീക്ഷിപ്പാൻ നിങ്ങൾ തമ്മിൽ ഒത്തത് എന്ത്? ഇപ്പൊ പത്രോസ് സഫീറയ്ക്ക് പറഞ്ഞു കൊടുക്കുക, പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവ്. അടുത്തിരിക്കുന്ന ആളുടെ കൈക്ക് പിടിച്ചൊന്ന് പറഞ്ഞു കൊടുത്തേര്, പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവാണെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേര്. ഇപ്പോൾ നഷ്ടബോധം തോന്നുന്നുണ്ടാവുമല്ലേ? അയ്യോ, പരിശുദ്ധാത്മാവില്ലാത്ത മക്കളും പരിശുദ്ധാത്മാവില്ലാത്ത വിശ്വാസിയും പരിശുദ്ധാത്മാവില്ലാത്ത ഭർത്താവ്, പരിശുദ്ധാത്മാവില്ലാത്ത ഭാര്യ, പരിശുദ്ധാത്മാവില്ലാത്ത മാതാപിതാക്കൾ. നിങ്ങൾ മനസ്സിലാക്കണം, പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവാണ്. കർത്താവിൻ്റെ ആത്മാവായ പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമില്ലാത്ത നിന്നെ എങ്ങനെ പെന്തക്കോസ്തി കയറ്റി? നീ എങ്ങനെ പെന്തക്കോസ്തി വന്ന്? കല്യാണ വസ്ത്രമില്ലാത്ത നിങ്ങളെങ്ങനെ ഇതിനകത്ത് കയറിയത്? എല്ലാവരും ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇന്ന് പകൽ തീവ്രമായ അനുഭവം പ്രാപിക്കണം. ഈ 2024 ആരംഭം ജോലിക്ക് വേണ്ടി കരയുന്നതിനേക്കാൾ കൂടുതൽ പരിശുദ്ധാത്മാവിൻ്റെ ഇൻട്രാക്ഷന് വേണ്ടി പ്രാർത്ഥിരെ. രോഗസൗഖ്യത്തെക്കാൾ വലുതായി പരിശുദ്ധാത്മാവ് മാറട്ടെ. വിദേശ നന്മയേക്കാൾ വലുതായി പരിശുദ്ധാത്മാവ് മാറട്ടെ. വിദ്യാഭ്യാസത്തെക്കാൾ വലുതായി പരിശുദ്ധാത്മാവുമായുള്ള ആ ഇൻട്രാക്ഷൻ മാറണം. ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ, ഈ ആരംഭ പകലിൽ എന്നെ ഒന്ന് തൊടാതെ പോകരുത്, എന്നെ തൊടാതെ പോകരുത്, എന്നെ നിറയ്ക്കാതെ പോകരുത്. ആഗ്രഹിക്കുന്നുണ്ടോ? കരയാൻ തോന്നുന്നെങ്കിൽ കരഞ്ഞ് പ്രാർത്ഥിക്കേ. പരിശുദ്ധാത്മാവേ, ഈ ആരംഭ സെക്ഷനിൽ എൻ്റെ മേൽ അവിടുത്തെ ഇടപെടൽ. സ്തോത്രം. ഒന്നുകൂടെ മത്തായി 10:20 കർത്താവ് പറയുകയാണ്, നിങ്ങളല്ല നിങ്ങളിൽ പറയുന്ന നിങ്ങളുടെ പിതാവിന്റെ ആത്മാവത്രേ. പരിശുദ്ധാത്മാവിനെ വീണ്ടും കർത്താവ് പരിചയപ്പെടുത്തുക. ഇത് പിതാവിന്റെ ആത്മാവാ. പ്രൈസ് ദി ലോർഡ്. പിതാവിന്റെ ആത്മാവുമായി ബന്ധമില്ലാത്ത ദൈവമക്കളെ, നിങ്ങൾ എത്ര കരയണം? കർത്താവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്, പിതാവിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്, സത്യത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ ആത്മാവ് പരിശുദ്ധാത്മാവ്, ദൈവാത്മാവ് പരിശുദ്ധാത്മാവ്, യഹോവയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ്.
പേരുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ഇത്ര കൃത്യമായി വെളിപ്പെടുത്തിയിട്ടും കാത്തിരിക്കാൻ മനസ്സില്ലാത്തവരുടെ അവസ്ഥ എത്ര ശോചനീയമാണ്. കർത്താവ് പറഞ്ഞ വാക്ക് ഞാനൊന്നും ആവർത്തിക്കുക. കർത്താവ് പറഞ്ഞു, ലൂക്കോസ് 24:49 വാക്യം, എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങളോ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പീൻ എന്നും അവരോട് പറഞ്ഞു. എപ്പോ വരെ പാർക്കണം? ഇത്ര ദിവസം പാർക്കണമെന്നല്ല, ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം. എന്ന് 12-നോ 12:30-ക്കോ വീട്ടിൽ പോകുമെന്നല്ല നമ്മൾ വെക്കേണ്ടത്. ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം എന്ന് പകൽ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ അങ്ങ് ഞങ്ങളുടെ നടുവിലുണ്ട്, എന്നെ തൊടാതിന്ന് പോകരുത്. പരിശുദ്ധാത്മാവേ അങ്ങയുടെ ഇടപെടൽ ഞാൻ അറിയാതിന്ന് പോകരുത്. പരിശുദ്ധാത്മാവേ അങ്ങ് എന്നോടൊന്നും സംസാരിക്കാതെ ഇന്ന് പകൽ ഞാൻ വീട്ടിൽ പോകുകയല്ല. ഇതൊരു നിർബന്ധമായി മാറണം. പ്രായം തടസ്സമല്ല അമ്മച്ചി, സഹോദരി, പ്രായം തടസ്സമല്ല കുഞ്ഞെ. നിന്റെ ഉള്ളിൽ നൊമ്പരമുണ്ടോ? ഇന്ന് പകൽ പിതാവേ നിന്റെ പ്രായത്തെ നോക്കണ്ട, കണ്ണീരോടെ പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ അങ്ങ് കർത്താവിൻ്റെ ആത്മാവാണെന്ന്, പിതാവിൻ്റെ ആത്മാവാണെന്ന് അറിയുന്നുണ്ട്. എന്നെ കാണാതെ, എന്നെ തൊടാതെ, എന്നോട് ഇടപെടാതെ ഇന്ന് പോകില്ല. ആഗ്രഹമുണ്ട്. ഈ ദൂതുമായി ചിലർ കണക്റ്റ് ആകുന്നുണ്ട്. ഇന്ന് പകൽ ഈ ദൂതുമായി ചിലർ കണക്റ്റ് ആകുന്നുണ്ട്. ഓ, ഈ ആലയത്തിൻ്റെ അകത്തളത്തിൽ ഈ ദൂത് ചില വ്യക്തികളെ തൊടുന്നുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവാം ദൈവം നിന്റെ അരികിൽ ഇന്ന് പകൽ ഇറങ്ങുകയാണ്. ഇന്ന് പകൽ കൊതിക്കുന്ന ചിലതിൻ്റെ അധരത്തെ പരിശുദ്ധാത്മാവ് തൊടുക. ദൈവ സാന്നിധ്യം ഇന്ന് പകലിൽ ഈ ആലയത്തിൽ ഇറങ്ങി നിൽക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവമാണ്. പരിശുദ്ധാത്മാവ് ദൈവം എന്ന് മാത്രമല്ല, പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകൾ തിരുത്തപ്പെടണം. പലപ്പോഴും പറയുന്നത് കാറ്റാണ്, തീയാണ്, എണ്ണയാണ്, മഴയാണ്, പ്രാവാണെന്നൊക്കെയാണ്. പരിശുദ്ധാത്മാവ് അതല്ല, വ്യക്തിയാണ്. അവൻ വരും, അവനെ അയക്കും, അവൻ സംസാരിക്കും. അതിൻ്റെ അർത്ഥം ഹീ ഈസ് എ പേഴ്സൺ. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, ദൈവമാണ്, വ്യക്തിയാണ്. ഈ വ്യക്തിയെ ആലയത്തിൽ 2 പാട്ട് പാടി 2-ാം പാട്ടിന് താളം കൂടുമ്പോൾ, മേളം കൂടുമ്പോൾ, ആവർത്തിക്കുമ്പോൾ 2 കൈയടിച്ച് അന്യഭാഷ കൊണ്ട് നിർത്തിയിട്ട് ആശീർവാദം കഴിഞ്ഞിട്ട് ഈ വ്യക്തി ഇവിടെ നിർത്തിയിട്ട് പോകാനല്ല, നിൻ്റെ കൂടെ വസിക്കാനാ വന്നത്. നിൻ്റെ കൂടെ വസിക്കാനാ വന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഈ ആശീർവാദം കഴിഞ്ഞിട്ട് ഇത് തുടരണം. ആശീർവാദം കൊണ്ട് തീരരുതെന്ന്. ഇവിടുന്ന് പോകുമ്പോൾ കുഞ്ഞെ, പരിശുദ്ധാത്മാവ് നിന്റെ കൂടെ വരണം. ആഗ്രഹിക്കുന്നവരുടെ മേൽ ഇന്ന് പകൽ ഈ ദൂത് ചില വിടുതലുകൾ ചെയ്യുക. ചില വ്യക്തികളെ പരിശുദ്ധാത്മാവ് തൊടുന്നുണ്ട്. ഇന്ന് പകൽ ചില ക്രിയേറ്റീവ് മിറക്കിൾസ് പരിശുദ്ധാത്മാവ് ചില വ്യക്തികളുടെ മേൽ ചെയ്യുക. പ്രതികരിച്ചു തുടങ്ങിക്കോ. നിനക്ക് ലഭിക്കുന്ന പ്രേരണയുടെ പിന്നിൽ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ഒരു ഇംപാർട്ടേഷൻ ഉണ്ട്. രഥ രബ രഗ രബ വംശാല റംധന ജഗരഗടകൽക്കനാദി. പ്രൈസ് ദി ലോർഡ്. കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാൻ 14:17 നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ ഒരു പദം കൂടെ ഞാൻ കടത്തി പറയാൻ ആഗ്രഹിക്കുന്നു. വ്യക്തിയാണ്, ദൈവമാണ്, വ്യക്തിയാണ്. ആ വ്യക്തി അവിടെ പറയുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കും, സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. നിൻ്റെ കൂടെ എപ്പോഴും ഇരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്രായമുള്ളവരുണ്ട്. ഇതുപോലൊരാൾ, ഒരു വ്യക്തി നിങ്ങളുടെ കൂടെ ഇരിക്കുന്നേക്കാൾ വലുതാണോ മക്കളും കൊച്ചുമക്കളും? കുഞ്ഞുങ്ങളെ, നിങ്ങളോട് എൻ്റെ ചോദ്യം, നിങ്ങൾക്കൊരു മെൻറ്റർ, ഇതിനേക്കാൾ നല്ലൊരു മെൻറ്ററിനെ കിട്ടാനുണ്ടോ? സഹോദരങ്ങളെ, നിങ്ങൾക്ക് ഇതിനേക്കാൾ നല്ലൊരു പാർട്ട്ണറിനെ കിട്ടാനില്ലെന്ന്. അവൻ നിൻ്റെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. അവൻ നിൻ്റെ സാഹചര്യം വിഷയമല്ല,
അവൻ നിന്റെ കൂടിരിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടിരിക്കാൻ ആഗ്രഹിക്കുന്നവൻ അവന് അന്യർക്ക് പ്രവേശനമില്ലെന്ന് ബോർഡിൻ്റെ മുൻപിൽ ഇയാൾ പുറത്തു നിൽക്കത്തില്ല. കാഷ്വാലിറ്റിയിലും വരും. എന്തിന് മോർച്ചറി കൊണ്ടിട്ടാൽ അവിടെയും വരും. കാരണം ആ മോർച്ചറി കിടന്ന് നിന്നെ പെട്ടി വെച്ചാൽ അവിടെയും കാണും. ഇനി അതല്ല, സെമിത്തേരി വെച്ച് അവിടെയും കാണും. കാര്യം ഉയർപ്പിക്കേണ്ട ആളാ. കാഹളം മുഴങ്ങുമ്പോൾ ഉയർപ്പിക്കേണ്ട ആളാ. ഈ ബന്ധം ഇന്ന് തുടങ്ങണം. തുടങ്ങിയവർ തുടരണം. എൻ്റെ സന്ദേശം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം, പാട്ടുകൊണ്ട് ഇവിടെ തീരരുത്, താളമേളങ്ങൾ കൊണ്ട് തീരരുത്. ആശീർവാദം കഴിയുമ്പം ഹോളി സ്പിരിറ്റ് എന്ന വ്യക്തി നിന്റെ കൈക്ക് പിടിക്കണം. ആഗ്രഹിക്കുന്നുണ്ടോ? നിന്റെ കൈക്ക് പിടിക്കട്ടെ. ചില തലമുറകളെ ദൈവാത്മാവ് തൊടുന്നുണ്ട്. ചില യൗവനക്കാരെ അഭിഷേകം ചെയ്യുക. അസാധാരണമായൊരു ഇടപെടൽ. ഏറ്റെടുത്തോ, പ്രതികരിച്ച് തുടങ്ങിക്കോ. ഇന്ന് പകൽ ദൈവ സാന്നിധ്യം അരിഞ്ഞ പുൽപ്പുറത്ത് പെയ്യുന്ന ചാറൽ മഴ പോലെ ആലയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രിയരെ, ഞാൻ ആ വാക്ക് തുടരുമ്പോൾ എഴുതിയിരിക്കുന്ന ഒരു പദം ഒന്ന് വായിച്ചു കേൾപ്പിക്കണം. 14:17. ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യായികയാൽ. ഈ വാക്കൊന്ന് ചേർന്ന് പറയാമോ? ലോകം അവനെ കാണുകയോ. ലോകത്തിന് അവനെ കാണാൻ പറ്റുകയില്ല, അറിയാൻ പറ്റുകയില്ല. അപ്പം എൻ്റെ ചോദ്യം, നമുക്കോ? ലോകത്തിന് അവനെ കാണാൻ പറ്റത്തില്ല, അറിയാൻ പറ്റുകയില്ല. അപ്പം രക്ഷിക്കപ്പെട്ട നിന്റെ കാര്യം എന്താ? ലോകത്തിന് അവനെ സെൻസ് ചെയ്യാൻ പറ്റത്തില്ല, പക്ഷെ എൻ്റെ കാര്യം അതല്ല. എനിക്കവനെ കാണാം, എനിക്കവനെ അറിയാം. പരിശുദ്ധാത്മാവിൻ്റെ ഫിസിക്കൽ അപ്പിയറൻസ് ഇന്ന് പകൽ അറിഞ്ഞിട്ടേ നീ പോകാവൂ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പലയിടത്തും പല ദൈവമക്കളും പറയുന്നുണ്ട്. ചിലടത്ത് ചെന്നപ്പം ഇവിടെ മുഴുവൻ അന്ധകാരമാണെന്നേ, ഇവിടെ മുഴുവൻ അന്ധകാരമാണ്. ചിലർ സ്വപ്നത്തിലൊക്കെ പിശാചിനെ കാണും, ചിലർ രാത്രിയിലൊക്കെ കിടന്നുറങ്ങി ഞെട്ടി എഴുന്നേറ്റിട്ട് പിശാച് വന്നെന്ന് പറയും. ചിലർ പറയുന്നു ഞാൻ നടന്നു പോയപ്പം എന്നെ ആരോ പിടിച്ചു ഇടിച്ചു, എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഞെട്ടും രാത്രി. ചിലർ പറയുന്നത് വീട്ടിൽ ചെല്ലുമ്പോൾ ആരോ വരുന്നെന്ന്. എല്ലാം പിശാചാണെന്ന് നമുക്കറിയാം. എൻ്റെ ചോദ്യം, ഈ മറുതയും മാടനെയൊക്കെ നിനക്ക് കാണാൻ പറ്റിയിട്ടും പരിശുദ്ധാത്മാവിനെ കാണാൻ പറ്റിയില്ലല്ലോ. എൻ്റെ പ്രിയരെ, സെമിത്തേരി കൂടെ പോയപ്പം കണ്ടെന്നാ പറയുന്നത്. എടാ കുഞ്ഞെ, അതിനെ കണ്ടെങ്കിൽ അതിനേക്കാൾ എത്ര നല്ലതാടാ പരിശുദ്ധാത്മാവാം ദൈവത്തെ ഒന്ന് കാണുന്നത്. അതിനാദ്യം വേണ്ടത് അറിയുക. അതാണ് ഇന്ന് പകൽ അറിയണം അവൻ ആരാണെന്ന്. ദൈവമായവൻ, വ്യക്തിയായവൻ. ഇന്ന് പകൽ നിന്നോട് ഇന്ററാക്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്നവൻ, നിനക്ക് വേണ്ടി വന്നവൻ, നിന്നോട് വസിക്കാൻ ഇരിക്കുന്നവനെ കാണാൻ. പഴയ നിയമത്തിൽ മോശ പറഞ്ഞൊരു കാര്യം കേട്ടോ. അതെ, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. കണ്ടവരാരും ജീവിച്ചിരിക്കുകയല്ല, പക്ഷെ എന്നിട്ടും മോശ ശഠിക്കുക, പറ്റത്തില്ല, എനിക്ക് കാണണം. ചെങ്കടൽ വെള്ളം കണ്ടില്ലേ? കണ്ടു. മന്ന കിട്ടിയില്ലേ? കിട്ടി. തീക്കൽപ്പാറയിലെ വെള്ളം കിട്ടിയില്ലേ? കിട്ടി. ജനം ദൈവത്തെ പോലെ കാണും, നല്ല പൊസിഷൻ കിട്ടിയില്ലേ? കിട്ടി. ഇത് പോരെ? നമുക്കോ? ഇത് മതി. ഏതാ? മന്ന കിട്ടി, അത് മതി. നീ കണ്ടില്ലല്ലോ, സാരമില്ല. കാടയിറച്ചി കിട്ടി, അത് മതി, അത് നല്ല ടേസ്റ്റാണ്, മതി. ഇനിയിപ്പം ജനം ദൈവത്തെ പോലെ നല്ല പൊസിഷനായി, അത് മതി, വേറൊന്നും വേണ്ട. എന്നാൽ മോശ ഇതിൽ നിന്ന്
ഇതൊന്നും പറ്റുകയില്ല, എനിക്കിതൊന്നും പോരാ. എന്നെ ഇവിടെ വരെ കൊണ്ടുവന്നതും ഇതൊക്കെ തന്നതും നീയല്ലേ, നിന്നെ കാണാതെ പറ്റുകയില്ലെന്ന് ഇന്ന് പകൽ അങ്ങനെ ഒന്ന് ചിന്തിച്ചേ. പരിശുദ്ധാത്മാവേ, ഈ ആരാധനാലയത്തിൽ നിന്ന് പോകുന്നതിനുള്ളിൽ നീ എൻ്റെ കൂടെ ഉണ്ടോ എന്ന് എനിക്കൊന്നറിയണം, എനിക്കൊന്ന് കാണണം. ഓ ജീസസ്. അതിനെന്ത് ചെയ്യണമെന്നറിയാമോ? കർത്താവ് പറഞ്ഞ വാക്കുണ്ട്, ഞാൻ പോകുന്ന പ്രയോജനം എന്നേക്കാൾ നല്ലത് കാര്യസ്ഥന. ഞാൻ മനുഷ്യനായി വന്നു. ബർത്തിമായി അവിടെ നിന്ന് കരയുക. ബർത്തിമായോട് ചോദിക്കണം, ബർത്തിമായി നീ എൻ്റെ മുമ്പിൽ കരഞ്ഞത് ലാഭമോ നഷ്ടമോ? ബർത്തിമായി പറയും ലാഭം. കാരണം ഞാൻ കരഞ്ഞില്ലായിരുന്നെങ്കിൽ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പറഞ്ഞു മിണ്ടാതിരിയടാന്ന് പറഞ്ഞു. ഞാൻ അതൊന്നും ശ്രദ്ധിച്ചില്ല, ഞാൻ അവരെ ഒന്നും നോക്കിയില്ല, ഞാൻ കരഞ്ഞു. എൻ്റെ കൂടെ ജോലിക്ക് വന്നവർ, എൻ്റെ കൂടെ ഭിക്ഷ എടുക്കുന്നവർ, ഇരുന്നവരും നാണയം ഇടുന്നവരും ഒന്നും ഞാൻ കാര്യമാക്കിയില്ല, ഞാൻ കരഞ്ഞു. മാത്രമല്ല ഞാൻ കരഞ്ഞപ്പോൾ യേശുവിൻ്റെ കൂടെ ഉള്ളവരും പറഞ്ഞു മിണ്ടാതിരിക്കേ, ഞാൻ ഇവരെ ഒന്നും നോക്കിയില്ല. എൻ്റെ ലക്ഷ്യം ഇവിടെവിടോ അവനുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നില്ല, ഇവിടെവിടോ അവനുണ്ട്. ഈ ജനബാഹുല്യത്തിൻ്റെ നല്ല ഇവിടെവിടെയോ എൻ്റെ വിടുതലിന് കാരണമാക്കാൻ കഴിയുന്നവൻ, എൻ്റെ സ്ഥിതി മാറ്റാൻ കഴിയുന്നവൻ, എൻ്റെ അവസ്ഥ മാറ്റാൻ കഴിയുന്നവൻ, ഈ ജനബാഹുല്യത്തിൻ്റെ നടുവിൽ അവൻ എവിടെവിടോ കൊണ്ട്. ഞാൻ കരയുന്നത് ഇവരെ കാണിക്കാനല്ല, ഇവരോട് ഇടപെടാനല്ല, അവനെ കേൾക്കാൻ, അവനോട് ഇടപെടാൻ, അവൻ എന്നിലേക്ക് ഒന്ന് തിരിയാൻ. ഇന്നത്തെ നിന്റെ ആരാധന വ്യക്തികൾക്ക് വേണ്ടിയല്ല, യേശുവിന് വേണ്ടി. ഓ, ഇന്ന് പകൽ അങ്ങനെ ദൂതകത്ത് കയറിയ ചിലരോട് പരിശുദ്ധാത്മാവ് പ്രവചിക്കുകയാണ്, ഭർത്തിമായി നീ കരഞ്ഞത് ലാഭമല്ലേ? ഇവർ മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് നീ കരഞ്ഞു. കാരണം നിന്റെ ലക്ഷ്യം യേശു എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, എൻ്റെ കണ്ണുനീർ യേശു ഒന്ന് കാണണം, എനിക്ക് അവനുമായിട്ടൊന്ന് ഇടപെടണം. യേശു നിന്നു, സൗഖ്യമായി, ഇതൊക്കെ സത്യം തന്നെ. എങ്കിൽ കർത്താവ് പറഞ്ഞ വാക്യത്തിലൊന്ന് കണക്ട് ചെയ്തേ. ഭർത്തിമായി വേഷത്തിൽ മനുഷ്യനായി ഞാൻ വന്നപ്പോൾ എന്നെ കരഞ്ഞ് നിർത്തിയപ്പം കുരുടും മാറി പിച്ചപാത്രവും കളഞ്ഞ് നീ എഴുന്നേറ്റെങ്കിൽ ഞാൻ വന്നത് വേഷത്തിൽ മനുഷ്യനായിട്ടാണ്. പക്ഷെ പരിശുദ്ധാത്മാവ് വരുന്നത് ദൈവമായിട്ട് തന്നെയാണ്. എന്നെ കരഞ്ഞ് നിർത്തിയ പോലെ അവൻ്റെ മുൻപിലൊന്ന് കരഞ്ഞ് അവനെ ഒന്ന് നിർത്തിയാൽ, അവൻ നിന്നിലേക്ക് ശ്രദ്ധ തിരിച്ചാൽ നടക്കുന്ന വിടുതൽ ചിന്തകൾക്കതീതമായിരിക്കും. അതുകൊണ്ട് ഇന്ന് പകൽ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധാത്മാവേ ഇന്ന് പകൽ നീ എന്നോടൊന്ന് ഇടപെടണേ. എല്ലാ കണ്ണുകളും ഒന്ന് അടച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് എഴുന്നേക്കാം. പ്രിയപ്പെട്ടവർ, ഒരുമിച്ചൊന്ന് എഴുന്നേക്കാം, പ്രാർത്ഥിക്കാൻ പോകുക കേട്ടോ. ദൈവാത്മാവ് ശക്തമായി ഇതിൻ്റെ നടുവിൽ ഇടപെടുകയാണ്. ഇടത്തും വലത്തും ഇരിക്കുന്നവരെ ഒന്നും ശ്രദ്ധിക്കേണ്ട, ദൈവാത്മാവ് ശക്തമായി ഇടപെടുന്നു. ഇന്ന് പകൽ ഈ ഒരു പ്രവചനം ദൈവാത്മാവ് കൈമാറുന്നത് ഒരു കാലഘട്ടം മാറാൻ പോകുകയാണ് കേട്ടോ. ദൈവാത്മാവ് എൻ്റെ മുഴുരാത്രി പ്രാർത്ഥനകളിൽ നൽകിയ ഒരു ആലോചനയെ ഞാൻ പറയുന്നത്, ദൈവാത്മാവ് ഒരു കാലഘട്ടത്തെ മാറ്റാൻ പോകുകയാണ്. ഒരു കാലഘട്ടം എന്ന വാക്കിൽ ദൈവാത്മാവിനോട് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഒരു ജനറേഷൻ മാറാൻ പോകുകയാണ്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ദൈവാത്മാവിനോട് പറഞ്ഞു, ആത്മീക രംഗത്ത് ഒരു ജനറേഷൻ മാറാൻ പോകുകയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, ഞാൻ പെട്ടെന്ന് പറയാം. കാലചക്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് ഇറങ്ങിയാൽ കാലചക്രത്തെ തിരിച്ച അതികായകന്മാരുടെ ലിസ്റ്റ് നിരത്തുമ്പോൾ നവോത്ഥാനകർത്താക്കൾ ഒരുപാടുണ്ട്, അതൊക്കെ സത്യം തന്നെ. പക്ഷെ അവിടെ മുഴച്ച് കേൾക്കുന്നത് ഒരു കാലഘട്ടം തീർന്നു, അതിന് കാരണമായി പുതിയ ചിലത് പുറത്തു വന്നു. ദൈവാത്മാവ് എന്നോട് പറഞ്ഞത് അടുത്തൊരു ജനറേഷൻ പുറത്തു വരാൻ പോകുന്നു. എന്താണെന്നല്ലേ? അതായത് ആത്മീക മേഖലയിൽ ആത്മീകമായ നിറവുള്ള, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന, പരിശുദ്ധാത്മാവിനെ നടത്തപ്പെടുന്ന, പരിശുദ്ധാത്മാവിൽ ജീവിക്കുന്ന ഒരു പുതിയ തലമുറ പുറത്തു വരാൻ പോകുകയാണ്. ഒരു കൂട്ടം അഭിഷിക്തന്മാർ ഭൗതികതയ്ക്ക് മുമ്പിൽ വീഴുന്നവരല്ലവർ, ലോകത്തിൻ്റെ ഭ്രമത്തിൽ വീഴില്ല, ആഡംബരം കണ്ട് തോൽക്കുന്നവരല്ല, പരിശുദ്ധാത്മാവിനെ അനുസരിക്കുന്ന ഒരു കൂട്ടം പുറത്തു വരാൻ പോകുകയാ. ഓ ജീസസ്,
ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് കൈവക്കാവും. എല്ലാം കണ്ണുടച്ചു പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മറ്റാരെയും നോക്കണ്ട, ഇടത്തും വലത്തും ആരാണെന്നൊന്നും ശ്രദ്ധിക്കണ്ട. പ്രാർത്ഥിക്കാമോ? ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം. മറ്റൊന്നും കൊണ്ട് തൃപ്തരാകരുത്. ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം. ഇതൊരു മാളിക മുറിയായി മാറുകയാണ്. ചിലരെ ദൈവാത്മാവ് തൊടാൻ ആഗ്രഹിക്കുന്നു. ഇതുവരെ നീ കേട്ടത് കേവലം ഒരു ശക്തിയെന്ന് മാത്രമാണെങ്കിൽ, ഒരു വ്യക്തിയായവൻ ഇന്ന് നിന്റെ കൂടെ വരാൻ പോകുകയാണ്. ആ പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് പകൽ ചിലരുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ പോകുകയാണ്. വൃത്തിയുമായി നിലവിളിച്ചതുപോലെ, പരിശുദ്ധാത്മാവെ എന്നെ കടന്നു പോകരുത്. ഇന്ന് പകൽ എന്നോടൊന്ന് ഇടപെടണം. എനിക്ക് അവിടുത്തെ സാമീപ്യം വേണം. എനിക്കും അന്യഭാഷ സംസാരിക്കണം. ഇന്ന് പകൽക്കാലം കരയാൻ കഴിയുമോ? പ്രാർത്ഥിക്കാൻ കഴിയുമോ? പരിശുദ്ധാത്മാവാം ദൈവം ഇന്ന് പകലിതിന് നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് അഭിഷേകത്തിനോട് പ്രവചിക്കുക. കഴിഞ്ഞ 7 കൊല്ലം നീ കടന്നുപോയതൊരു ബ്രാക്കറ്റിനകത്തൂടാ. പൊതുവേദികളിലും വ്യക്തികളുടെ നടുവിലും നീ നിന്നു. ഉള്ളം കൊണ്ട് നീ തേങ്ങി. കഴിഞ്ഞ 2.5 കൊല്ലമായിട്ട് ഒഴിവാക്കപ്പെടലുകളും ഒറ്റപ്പെടലുകളും മാറ്റി നിർത്തപ്പെടലുകളും നീ അനുഭവിച്ചു. ഒരു ഭാഗത്ത് നീ സന്തോഷിച്ചെങ്കിലും നീ ഉള്ളത്തിൽ ഞരങ്ങിയതിൻ്റെ മുൻപിലുണ്ട്. കൂടെ നിന്നവരും കൂടെ നിർത്തിയവരും ഒരുപോലെ നിനക്കെതിരെ തലപൊക്കിയ സാഹചര്യം. എന്നാൽ പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. കഴിഞ്ഞ 6 ആഴ്ചകളായി നിന്റെ ചോദ്യത്തിൻ്റെ ഉത്തരമായി എൻ്റെ കരം നീട്ടാൻ പോവുകയാണ്. ശുശ്രൂഷയോട് ബന്ധപ്പെട്ട അടുത്ത ഘട്ടം ഞാൻ ഒരുക്കാൻ പോവുകയാണ്. ഒരു ജനറേഷൻ മാറി വരാൻ പോവുക. മലവെള്ളം കുത്തിയൊലിച്ചു വരുമ്പോൾ വഴിയില്ലാത്തിടത്ത് വഴിയായി, തടസ്സമായി നിന്നതിനെ തകർത്തുകൊണ്ട് ഒഴുകി മാറുന്ന പോലെ ചിലത് ഒഴുകി മാറും. ചില തടസ്സങ്ങൾ പൊട്ടിമാറും. കൂട്ടുകെട്ടുകൾ പൊളിച്ചു കളയും. എൻ്റെ കരം അനുകൂലമാകും. പരിശുദ്ധാത്മാവ് പറഞ്ഞു, സഭ അടുത്ത ഘട്ടത്തിലേക്ക് എത്താൻ പോകുകയാണ്. 22 കൊല്ലത്തെ ഒരു വലിയ ബ്രാക്കറ്റ് ഞാൻ ഈ ക്രൂസേഡ് കൊണ്ട് പൊളിക്കും കേട്ടോ. 22 കൊല്ലം മുൻപ് നീ കേട്ട ചില പ്രവചന ശബ്ദങ്ങളും കണ്ട ദർശനത്തിൻ്റെ നിവർത്തീകരണത്തിലേക്ക് ഞാൻ എത്തിക്കും. ചിലത് വിട്ടുപോയി, ചിലത് മാറി നിന്നു. അതൊന്നും ഓർത്ത് നീ ആകുലപ്പെടണ്ട. എൻ്റെ കരം അനുകൂലമാണ്. ആത്മാവ് പറയുന്നു, ആലയത്തെ ഞാൻ വിശാലപ്പെടുത്തുമെന്നത് അത്ഭുതമെന്ന് ചിന്തിക്കണ്ട. പരിശുദ്ധാത്മാവ് പറയുന്നു, വഴിയെ പോകുന്നവരും കടന്നു പോകുന്നവരും നിന്ന് വീക്ഷിക്കുന്ന തരത്തിൽ ഞാൻ വിശാലത ഒരുക്കും. പരിശുദ്ധാത്മാവ് പറഞ്ഞൊരു സ്റ്റേഡിയം പോലെ, ഗാലറി എന്ന നിലയിലേക്ക് സഭയുടെ വിശാലത ഞാൻ ഒരുക്കും. നിയമപരമായ തടസ്സത്തെ പൊട്ടിക്കും. ആത്മാവ് അടുത്ത 4 മാസങ്ങൾ കൊണ്ട് യോർദാന്റെ അടിയൊഴുക്ക് നിലച്ചതുപോലെ ചില പ്രവൃത്തി ഞാൻ ആലയത്തോട് ബന്ധപ്പെട്ട് ചെയ്യും. 3 വ്യക്തികൾ തലപൊക്കി നിൽക്കുന്നു ഞാൻ കാണുന്നുണ്ട്. ഭാരപ്പെടണ്ട. ഞാൻ എൻ്റെ സന്ദർശനത്തിൻ്റെ കരം നീട്ടി എൻ്റെ പ്രവൃത്തി അനുകൂലമാക്കും. പരിശുദ്ധാത്മാവ് പ്രാർത്ഥനയോടെ നിൽക്ക്. ഞാനല്ലേ വിളിച്ചത്. കൃപാവരത്തിൻ്റെ അടുത്ത നിലവാരം ഞാൻ തുറക്കുക. രോഗശാന്തിയുടെ അസാധാരണമായ പകർച്ച കൂടാതെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, വീര്യപ്രവർത്തികൾ ദൈവസഭ കാണുന്നത് നിന്റെ കരത്തിലൂടെ തന്നെയാണ്. അതിനുവേണ്ടി എൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ആത്മാവ് പറയുന്നു, ഒരുപറ്റം യുവാക്കന്മാർ കൃപാവരത്തിൻ്റെ അലങ്കാരത്തോടെ ദൈവസഭയിൽ എഴുന്നേൽക്കാൻ പോകുകയാണെന്ന് ആത്മാവ് ഇടപെടുകയാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, വീണ്ടും ചില ഏരിയയുടെ പ്രവർത്തനങ്ങൾ, വീണ്ടും ചില ചാലുകൾ ഞാൻ തുറന്ന് ദൈവസഭയെ വിശാലപ്പെടുത്താൻ പോകുന്നെന്ന് ആത്മാവ് തൂതിടപെടുകയാണ്. ഇന്ന് പകൽ അതിനായി ഒരു കൂട്ടത്തെ
പ്രതികരിച്ചു തുടങ്ങട്ടെ, പ്രതികരിച്ചു തുടങ്ങട്ടെ. അസാധാരണമായ ദൈവ സാന്നിധ്യം, അസാധാരണമായ ദൈവ സാന്നിധ്യം ശക്തി ലഭിക്കുവോളം കാത്തിരിക്കുന്നവരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ അസാധാരണ ഇടപെടൽ